പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ജയം നൽകുന്ന ഒന്നാണ്. ലോക ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. കാരണം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് പരാജിതരായി തീരുവാനല്ല, പിന്നെയോ ജയാളികളായി ജീവിക്കുവാനാണ്. പക്ഷെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒരുപക്ഷെ നമ്മെ ബലഹീനതയിലും പരാജയത്തിലും എത്തിക്കാറുണ്ട്. എന്നാൽ പരാജയത്തിൽ വീണു പോകുവാനല്ല, ജയാളികളായി ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിശ്വാസിയുടെ ജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്രദമായി ഉപയോഗിക്കുവാൻ നാം അറിഞ്ഞിരിക്കുകയും അത് ജീവിതത്തിൽ വ്യക്തമായി പ്രാപിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ദ വേർഡ് ഡുനാമിസ്, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡൈനാമിക്, അത്യന്ത ശക്തി, അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം പ്രാപിച്ചെടുക്കേണ്ടുന്നത് ആവശ്യമാണ്. ലോക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഉപയോഗിക്കേണ്ടും വണ്ണം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ജയകരമാകുന്ന ഒരു ജീവിതം നമുക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യരെന്ന നിലയിൽ കഴിവും പ്രാപ്തിയും ആരോഗ്യവും പലതും നമുക്കുണ്ടെങ്കിലും നമ്മളുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെയും ഓളങ്ങളെയും തിരമാലകളെയും തോൽപ്പിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് കഴിയാതെ പോകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ മാനുഷിക ചിന്തകളും ആലോചനകളും വിചാരങ്ങളും പരിമിതങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായൊരു ആത്മാവിൻ്റെ നിയന്ത്രണം, നമ്മളെ നടത്തുന്ന നടത്തിപ്പുകാരൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഈ യോയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതെ, സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവ് പകരും എന്നത് ദൈവിക വാഗ്ദത്തമാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി അല്ല, കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച വാഗ്ദത്തത്തിനായി നാം കാത്തിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. അത് ഓരോ ദിവസവും കാത്തിരുന്ന് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുമ്പോൾ മാത്രമേ ജയകരമാകുന്ന ഒരു ജീവിതം നമുക്ക് സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നാം പലപ്പോഴും ക്ഷീണിച്ചും തളർന്നും പരാജയപ്പെട്ടും പോകുവാനിടയുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകും. അതെ, പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുവാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യണം. മാത്രമല്ല, ദൈവഹിതത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. സ്വയം നാം നമ്മെ തന്നെ ഒഴിഞ്ഞ് നമ്മളിൽ ക്രമീകരിക്കേണ്ടുന്ന വിഷയങ്ങൾ ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതെ, പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പോൾ നമുക്ക് ജീവിക്കുവാനും സാക്ഷ്യം വെളിപ്പെടുത്തുവാനും കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പത്രോസ് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് പറയുന്നത്. അതെ, അപ്പോസ്തലനാകുന്ന പത്രോസ് ചില സമയങ്ങൾക്ക് മുമ്പ് താൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും താൻ പിറുപിറുക്കുകയും ക്രിസ്തുവിനെതിരായി ആണയിടുകയും ചെയ്തിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ ശക്തിയോടെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മെ ജീവിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾക്ക് ശക്തി പകരുന്നു, സാക്ഷ്യത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു ജയകരമാകുന്ന ജീവിതം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ എല്ലായിടത്തും പരാജയപ്പെട്ടും തെറ്റിനോട് കോംപ്രമൈസ് ചെയ്തും ജഡീകതയെ അംഗീകരിച്ചും ലോകമോഹങ്ങളിൽ കീഴ്പ്പെട്ടും പാപത്തിന് നാം മുൻപോട്ട് പോകും. കാരണം പാപത്തിൻ്റെ സ്വഭാവം ഏതു വിധേനയും
നമ്മെ കീഴ്പ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. അതെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യം പഠിക്കുമ്പോൾ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമത്രേ. അതെ, ജഡത്തിന് ഒരു ചിന്തയുണ്ട്, ആത്മാവിന് മറ്റൊരു ചിന്തയുണ്ട്. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, ആത്മികനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ കുറ്റമില്ലാത്തവരായി, കുറവില്ലാത്തവരായി, ശൂന്യതയില്ലാത്തവരായി നമ്മെ തീർക്കുവാൻ ആത്മാവിൻ്റെ ശക്തിക്ക് കഴിയും. ആത്മാവിൻ്റെ ശക്തി ഒരു ഉപരിവിപ്ലവമല്ല. ആത്മാവിൻ്റെ ശക്തി ഒരു ജീവിതത്തിൻ്റെ ത്യാഗമാണ്. ആത്മാവിൻ്റെ ശക്തി വേണ്ടാത്തതിനെ വിട്ടൊഴിയുന്നതാണ്. ആത്മാവിൻ്റെ ശക്തി വിടുതൽ പ്രാപിക്കുന്നതാണ്. ആത്മാവിൻ്റെ ശക്തിയെങ്കിൽ അത്ഭുതമുണ്ട്. ആത്മാവിൻ്റെ ശക്തിയെങ്കിൽ രോഗസൗഖ്യമുണ്ട്. ആത്മാവിൻ്റെ ശക്തിയെങ്കിൽ നന്മ പ്രാപിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപ സ്വഭാവത്തിന് നാം കീഴ്പ്പെടാതെ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണെന്നുള്ള തിരിച്ചറിവോടെ നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. മാത്രമല്ല, നമ്മെ നിയന്ത്രിക്കുന്ന പാപത്തിൻ്റെ പ്രമാണങ്ങൾ പലതുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം 15-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മെ നിയന്ത്രിക്കുന്ന ചില പാപത്തിൻ്റെ പ്രമാണങ്ങൾ. നാം നന്മ ഇച്ഛിക്കാത്ത ചില തിന്മകൾ നമ്മെ കാർന്നു പിടിക്കാറുണ്ട്. എന്നാൽ അതിന് വശംവദരാകാതെ, അതിന് കീഴ്പ്പെടാതെ ദൈവിക ഭക്തിയിൽ ജീവിക്കുക എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാവുന്നവനായി തെളിയുവാൻ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പരീക്ഷയുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയല്ല, പരീക്ഷയുടെ മുൻപിൽ ജയാളികളാകുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയത്രേ വേണ്ടുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-40 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അതെ, വരുവാനുള്ള ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, കോപം കടന്ന് ക്രോധം ഒഴിഞ്ഞു മാറുവോളം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ശരിയായ വിശ്വാസം ഒരു ആത്മീകനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ ശക്തിയുള്ളവനാക്കി തീർക്കുന്നു. അവന് കാപട്യം, കള്ളത്തരം, അന്യായങ്ങൾ കാണിക്കുവാൻ കഴിയത്തില്ല. അവൻ ദൈവവചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ കുറ്റമറ്റ മനസാക്ഷിയുള്ളവനായും ജീവിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ത്യാഗപരമായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്കനുസരിച്ച് വിശ്വാസത്തിലും ശക്തിയിലും കൃപയോടെ ജീവിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ ലോകം നമുക്ക് അനുകൂലമല്ലെന്നും ലോകത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെന്നും മനസ്സിലാക്കി തികവുള്ള ഒരു വിശ്വാസിയായി, കറതീർന്ന ഒരു വിശ്വാസിയായി, ദൈവഭക്തരായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രാർത്ഥനയും ദൈവവചനവും ദൈവകൃപയും ദൈവാത്മാവിൻ്റെ നിയോഗങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നത്, അതെ, നമ്മുടെ ജീവിതം താണു പോകുവാനല്ല, തകർന്നു പോകുവാനല്ല, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ള അറിവോടെ ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.